ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സാർ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SLCയുടെ ICT മോഡൽ പരീക്ഷയിലെ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ലിബർ ഓഫീസ് ബേസ് എന്ന് വന്ന ചില ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. പ്രാക്ടിക്കലാണ്. എല്ലാവരും റെഡിയായി സെറ്റായി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഡാറ്റാബേസിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ട, ഒരു പേടിയും വേണ്ട, ഒരു ബുദ്ധിമുട്ടും വേണ്ട. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റെഡിയാണല്ലോ? ആദ്യത്തെ ചോദ്യം എന്താ നോക്കാം നമുക്ക്. യെസ്, ഫസ്റ്റ് ചോദ്യം, ഡാറ്റാബേസ് വരുന്ന ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? ദ ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് പ്ലെയേഴ്സ് ആർ ഗിവൺ in exam documents folder in the home with the file name sports.odb. അതായത് എക്സാം ഡോക്യുമെന്റ്സിൽ ഒരു ഫയൽ ഉണ്ട്. ഏതാ ഫയൽ? sports.odb എന്ന് പറയുന്ന ഒരു ഫയൽ. ആ ഫയലിൽ ഒരുപാട് പ്ലെയേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട്. നമ്മളോട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, prepare a query using the queries techniques in the LibreOffice base to get only the name of players and the number of wickets taken by them, total wickets who come under the bowler category from the ക്രിക്കറ്റ് മെൻ ടേബിൾ. അതായത് നമുക്കറിയാം, ഈ sports.odb എന്ന് പറയുന്ന ആ ഒരു ഫയലിൽ ക്രിക്കറ്റ് മെൻ ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന് നമുക്ക് എന്ത് ചെയ്യണം, ബൗളർ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ എന്താണ് ടോട്ടൽ വിക്കറ്റ്സ് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. അതായത് അത് കൃത്യമായ ഒരു ടേബിൾ ആയിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൊറിയാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞത്, തയ്യാറാക്കാൻ പറഞ്ഞത്. കൊറി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ചോദ്യമാണ്. ആരോട് ചോദിക്കുകയാണ്? നമ്മുടെ ടേബിളിനോട് ചോദിക്കുകയാണ്. ആ ടേബിളിലുള്ള ഒരു പ്രത്യേക ഡീറ്റെയിൽസ് മാത്രം നമുക്ക് ലഭിക്കാൻ പറ്റുള്ള ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് ചോദിക്കുക. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതാണ് സത്യത്തിൽ കൊറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഇനി കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞ എന്താ, ടു പ്രിപ്പയർ എ കൊറി യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് കൊറി ടെക്നിക് കൊറീസ്. അതിലേക്ക് ഫീൽഡ് ഇൻക്ലൂഡ് ചെയ്യണം. ഫീൽഡ് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാള്? പ്ലെയർ നെയിം ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ ടോട്ടൽ വിക്കറ്റ്സ് ഇൻ ദ കൊറി, പിന്നെ പ്ലെയർ കാറ്റഗറി, ഇതൊക്കെ ആഡ് ചെയ്യണം. പിന്നെ അതിന്റെ സെർച്ച് കണ്ടീഷൻ കൊടുക്കണം. സെർച്ച് കണ്ടീഷൻ എന്താ കൊടുക്കേണ്ടത്? പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു ബൗളർ ആക്കി കൊടുക്കണം. അല്ലെ? പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു ബൗളർ. കാരണം ബൗളർ കാറ്റഗറിയിലുള്ള പ്ലെയേഴ്സിന്റെ ടോട്ടൽ വിക്കറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത് കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, സേവ് ദിസ് മോഡിഫൈഡ് ഫയൽ സേവ് ആസ് ഓപ്ഷൻ വെച്ച് സേവ് ചെയ്യണം. ഇൻ എക്സാം 10 ഫോൾഡർ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഇസ് ഫയൽ നെയിം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? അപ്പൊ നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ഏത് ഫയൽ എടുത്തുകൊണ്ടിരാനാ? sports.odb എന്ന് പറയുന്ന ഫയൽ എടുത്തുകൊണ്ടിരാനാ. ഏതാണ്? sports.odb. അപ്പൊ ഞാൻ നേരെ എക്സാം ഡോക്യുമെന്റ്സിൽ പോവാം. എക്സാം ഡോക്യുമെന്റ്സിൽ പോയി sports.odb എന്ന് പറയുന്ന ഫയൽ ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് കൊറി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ കൊറി സെക്ഷനിലേക്ക് പോകണം. കൊറി സെക്ഷൻ ഏതാണ്? ഇതാണ് കൊറി. ഇതാ ടേബിൾ ഉണ്ട്, കൊറി ഉണ്ട്, ഫോംസ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഇതിൽ ചെയ്യാനുള്ളതാണ്. നമ്മൾ ആദ്യം കൊറി സെക്ഷനിലേക്ക് ഒന്ന് പോവാം. കൊറി സെക്ഷനിൽ നമ്മളോട് എന്താ പറഞ്ഞത്? യെസ്, ടു പ്രിപ്പയർ ദ കൊറി യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് കൊറി ടെക്നിക് ഇൻ കൊറീസ്. അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ക്രിക്കറ്റ് മാൻ ടേബിൾ ആണ് നമുക്ക് വേണ്ടത്. യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏതാണ്? യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് കൊറി. അതാണ് നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞത്, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് കൊറി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് കൊറി. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഏതൊക്കെ ഫീൽഡ് ആഡ് ചെയ്യാനോ നമ്മളോട് പറഞ്ഞത്. ഫീൽഡ് ഇൻക്ലൂഡ് പ്ലെയർ നെയിം, ടോട്ടൽ വിക്കറ്റ്സ്, അല്ലേ? പിന്നെന്താ, പ്ലെയർ കാറ്റഗറി. അപ്പൊ നമുക്കൊന്ന് പോവാം. പ്ലെയർ നെയിമോടെ പ്ലെയർ നെയിം ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താ, ഈ ഒരു ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഈ സൈഡിലേക്ക് വരും. ആ ഫീൽഡിനെ നമ്മൾ ചൂസ് ചെയ്തു എന്നാണ് അർത്ഥം. രണ്ടാമത്തെ എന്താ നിങ്ങളോട് പറഞ്ഞത്? പ്ലെയർ നെയിം കഴിഞ്ഞു, ടോട്ടൽ വിക്കറ്റ്സ് ആണ്. ഇനി ടോട്ടൽ വിക്കറ്റ്സ് ഇതിലുണ്ടാവും. ടോട്ടൽ വിക്കറ്റ്സ് ഏറ്റവും താഴ്ഭാഗത്തുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതും ഞാൻ ഫീൽഡിലേക്ക് എന്ത് ചെയ്തു, കൊറിയിലെ ഫീൽഡ് ഇൻ കൊറീസിലേക്ക് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി അടുത്തെന്താ പ്ലെയർ കാറ്റഗറിയാണ്. പ്ലെയർ കാറ്റഗറി ഇതിലുണ്ടോ നോക്കാതെ ആ പ്ലെയർ കാറ്റഗറി അതും ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏകദേശം എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? സെർച്ച് കണ്ടീഷൻ ഉണ്ട്. സെർച്ച് കണ്ടീഷൻ പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു ബൗളർ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് ഇവിടെ നമുക്കൊന്നും ചെയ്യണ്ട.
പിന്നെ സെർച്ച് കണ്ടീഷൻ കണ്ടോ, ഇവിടെ ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് വരികയാണ്. സെർച്ച് കണ്ടീഷൻ കൊടുക്കണം. സെർച്ച് കണ്ടീഷൻ എന്താ കൊടുക്കേണ്ടത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെർച്ച് കണ്ടീഷൻ പ്ലെയർ കാറ്റഗറി ഈസ് ഈക്വൽ ടു ബൗളർ. പ്ലെയർ കാറ്റഗറി ഈക്വൽ ടു ബൗളർ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഫീൽഡിൽ പ്ലെയർ കാറ്റഗറിയുടെ പ്ലെയർ കാറ്റഗറി ഇതാ യെസ് കൊടുത്തു, ഈസ് ഈക്വൽ ടു ബൗളർ ആക്കണം. അപ്പൊ അവിടെ ബൗളർ എന്ന് കാണാൻ പറ്റും. ഇതാ ഈ ക്യാപിറ്റൽ ലെറ്ററിനെ ഇങ്ങനെ തന്നെ അടിക്കണേ, അല്ലാഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യൂല, കുറി കിട്ടൂല, ഔട്ട്പുട്ട് കിട്ടൂല. ബൗളർ ആ ക്യാപിറ്റലാണ്, വാല്യൂ എന്ത് ചെയ്യുക, ബൗളർ എന്ന് കൊടുക്കുക, ബൗളർ അല്ലെ. ഓക്കെ ആയിട്ട് അതേമാതിരി ഞാൻ അടിച്ചിട്ടുണ്ട്, ബൗളർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, വേറെ ഇവിടെ ഒന്നും ചെയ്യണ്ട, നെക്സ്റ്റ് അടിക്കുക, നെക്സ്റ്റ്, ഇവിടെ ഒന്നും ചെയ്യണ്ട, ഓവർവ്യൂ, ഫിനിഷ് അടിക്കുക. ഇപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഡീറ്റെയിൽസ് കിട്ടി, പ്ലെയർ നെയിം കിട്ടി, ടോട്ടൽ വിക്കറ്റ്സ് കിട്ടി, പ്ലെയർ കാറ്റഗറി കിട്ടി. അപ്പൊ പ്ലെയർ കാറ്റഗറിയിലുള്ള പ്ലെയേഴ്സിന്റെ വിക്കറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ അനിൽ കുംബ്ല, ജവഗൽ, ശ്രീനാഥ് എന്നൊക്കെ കൊടുത്തിട്ട് അല്ലെ 235, 212 വിക്കറ്റ് എന്നൊക്കെ കിട്ടി അല്ലെ. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, ഇപ്പൊ ഔട്ട്പുട്ട് കിട്ടി കൊറീസ്. നമുക്കറിയാം ഒരുപാട് പ്ലെയേഴ്സിന്റെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ബൗളർ കാറ്റഗറിയിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു 2-3 പ്ലെയറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വിക്കറ്റ് എടുത്തു. അതാണ് ഒരു വലിയ ബൾക്ക് എമൗണ്ട് എന്ന് ഡാറ്റാബേസ് എന്ത് ചെയ്തു, ഒരു ചോദ്യം ഇട്ട് കൊടുത്തു, എന്താ ഒരു കൊറി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊണ്ട് ഫെച്ച് ചെയ്തെടുത്തു. ഇതാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോ എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്, സേവ് ദ മോഡിഫൈഡ് ഫയൽ സേവ് ആസ് ഓപ്ഷൻ. ഇനി ഇവിടെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പിടിച്ച് ഫയൽ പിടിച്ചിട്ട് സേവ് ചെയ്യുക അല്ലെ. ഇവിടെ അല്ല, ഇത് മോഡിഫൈഡ് ആണ്. മോഡിഫൈ ചെയ്ത സാധനം എന്ത് ചെയ്യുക, നമ്മൾ പോയിട്ട് സേവ് അടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൊറി വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ സേവ് ആസ് അടിച്ചിട്ട് എന്ത് ചെയ്യുക, സേവ് ആസ് അടിച്ചിട്ട് നേരെ മോഡിഫൈഡ് ഫയൽ കിട്ടിയല്ലോ നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് ആ എക്സാം 10 പോയിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. 2 3 4 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2 എന്ന് കൊടുക്കുക. നമുക്ക് സേവ് അടിച്ചു. അപ്പൊ ഈ ചോദ്യത്തിന് ആൻസർ നമുക്ക് കിട്ടിയേ. ഈ ചോദ്യത്തിന് ആൻസർ നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഓക്കെ അല്ലേ, സംശയമില്ലല്ലോ. യെസ്. അപ്പോ ഇനി ഇത് ക്ലോസ് ചെയ്യാം. യെസ്. അപ്പൊ ഈ ചോദ്യത്തിനുള്ള മാർക്ക് 7 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു അല്ലെ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ. ഇത്രയേ ഉള്ളൂടാ ചോദ്യം, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ റെഡി ആണല്ലോ. അടുത്ത ചോദ്യം എന്താ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ചോദ്യം എന്താ, ഡാറ്റാബേസ് രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2 എന്താണ്, യെസ്, ഞാൻ ഇങ്ങോട്ട് നീക്കാം. യെസ്, എന്താ, the details of various athletes are given in the sports.odb in the exam documents folder home. Create a query using queries function in the LibreOffice base. Get the names players who have scored more than 100 goals and a number of goals scored in the footballers table. Okay, അപ്പോൾ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ ഫുട്ബോളേഴ്സ് ടേബിൾ ആണ് നമ്മൾ വിഷയം കിടക്കുന്നത്. അതിൽ എന്ത് ചെയ്യണം, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് query മെത്തേഡ്, queries പ്രിപ്പയർ ദ query അല്ലെ. അതായത് query പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഫീൽഡ് ഇൻക്ലൂഡ് പ്ലെയർ നെയിം ഓഫ് ദ ഗോൾസ്. ഫീൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്ലെയർ നെയിമും നമ്പർ ഓഫ് ഗോൾസും ആഡ് ചെയ്യണം. പിന്നെ സെർച്ച് കണ്ടീഷൻ എന്താ കൊടുക്കേണ്ടത്, നമ്പർ ഓഫ് ഗോൾസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 100 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളോട് ഏത് ഫയൽ എടുത്തുകൊണ്ടാ പറഞ്ഞത്, sports.odb എന്ന് പറയുന്ന ഫയൽ. നേരത്തെ തുറന്ന പോലെ തന്നെ നമ്മൾ പോവുക, ഹോമിൽ പോയിട്ട് എക്സാം ഡോക്യുമെന്റ്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, sports.odb എന്ന് പറയുന്ന ഫയൽ നമ്മൾ എടുത്തുകൊണ്ടുവന്നു. ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. എന്നിട്ടോ കൊറീസ് ആണ് ചെയ്യേണ്ടത്. നമ്മളോട് കൊറി അല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൊറി സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്, യെസ്, യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് query. അപ്പൊ നമ്മൾ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് query എടുക്കും. യെസ്, ഓപ്പൺ ചെയ്തു. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്, യെസ്, ഫീൽഡ് ടു ഇൻക്ലൂഡ് അല്ലെ. ഏതൊക്കെ ഫീൽഡ് ആഡ് ചെയ്യണം, പ്ലെയർ നെയിം, നമ്പർ ഓഫ് ഗോൾസ് ആഡ് ചെയ്യണം. പ്ലെയർ നെയിം, നമ്പർ ഓഫ് ഗോൾസും ആഡ് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ടേബിൾ ഒന്ന് ചൂസ് ചെയ്യണം. ഫുട്ബോളേഴ്സ് ടേബിൾ എന്ത് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യണം. ഫുട്ബോളേഴ്സ് ടേബിൾ. അപ്പോൾ ഫുട്ബോളേഴ്സ് ടേബിൾ എവിടെയാണ്, ഫുട്ബോളേഴ്സ് ടേബിൾ എന്ത് ചെയ്തു, നമ്മൾ ചൂസ് ചെയ്തു. ടേബിൾസ് ഇവിടെ ഫുട്ബോളേഴ്സ് ടേബിൾ ചൂസ് ചെയ്യാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ ഫുട്ബോളേഴ്സ് ടേബിൾ അല്ലെ. അപ്പൊ ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, അല്ലെ, ഫീൽഡ് ടു ഇൻക്ലൂഡ് പ്ലെയർ നെയിം ആൻഡ് നമ്പർ ഓഫ് ഗോൾസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്ലെയർ നെയിം ആഡ് ചെയ്യുക. യെസ്, നമ്പർ ഓഫ് ഗോൾസും ആഡ് ചെയ്തു. യെസ്, രണ്ടും ആഡ് ചെയ്തേ. യെസ്, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, സെർച്ച് കണ്ടീഷൻ കൊടുക്കണം, നമ്പർ ഓഫ് ഗോൾസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 100. ഓക്കെ, അപ്പൊ നമ്മൾ ഈക്വൽ ഓർ ഗ്രേറ്റർ. അപ്പൊ സെർച്ച് കണ്ടീഷൻ നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് സെർച്ച് കണ്ടീഷൻ വന്നു. ഇവിടെ ഉണ്ടാവും, ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ. അത് അങ്ങനെ തന്നെയല്ലേ ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യൻ എന്താ ഉള്ളത്, നമ്പർ ഓഫ് ഗോൾസ് ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 100. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈക്വൽ ടു അല്ല, ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ 100. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഫീൽഡ് എന്താ കൊടുക്കേണ്ടത്, നമ്പർ ഓഫ് ഗോൾസ് അല്ലേ.
നമ്പർ ഓഫ് ഗോൾസ് ഈസ് 100 ആണ്. 100 വാല്യൂ 100. ഓക്കെ, ഇനി കഴിഞ്ഞു. നമ്മൾ നേരെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് ഫിനിഷ്. ഇതാ കണ്ട, അനിൽ ഗാന്ധ് 104 ഗോള്, വിജയ് റാണ 120 ഗോള്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരെ പോയിട്ട് ഇത് ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബാക്കൗട്ട് അടിക്കുക. ഫയലിൽ സേവ് ആസ് എക്സാംടെനിൽ പോയിട്ട് സേവ് ചെയ്യുക. ഫയലിൽ സേവ് ആസ് എക്സാംടെനിൽ ഫോൾഡറിൽ പോയിട്ട് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്കൗട്ട് അടിച്ചിട്ട് എന്ത് ചെയ്യുക? ബാക്ക് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ക്വറി ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്കോറർ എന്ന് പറയുന്നതല്ല, ഒരു ക്വറീസ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് പോയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ നേരെ ഇത് ക്ലോസ് ചെയ്യുക. നേരെ പോയിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അപ്പോൾ ക്വറി ക്രിയേറ്റ് ആയി. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ക്വറി ഇവിടെ ക്രിയേറ്റ് ആയി. ക്വറിൻ്റെ സെക്ഷനിൽ ഇതിൻ്റെ ഫയലിൽ പോയിട്ട് സേവ് ആസ് അടിച്ചിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ജോബോട്ടിൽ എക്സാംടെനിൽ പോയിട്ട് നമ്മൾ എത്രാമത്തെ ചോദ്യമാണ്? രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു, അണ്ടർസ്കോർ ഷിഫ്റ്റ് മൈനസ് അടിച്ച് അണ്ടർസ്കോർ വരും. രണ്ടാമത്തെ ചോദ്യമാണ്, സേവ് അടിച്ച് സേവ് ചെയ്യും. ഓക്കെ, സേവ് ചെയ്തു. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്തിന്റെ ചോദ്യം നോക്കാം നമുക്ക്. എന്താണ്? റെഡി അല്ലേ? ദ ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് പ്ലേയേഴ്സ് ആർ ഗിവൺ ഇൻ ദ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡർ ഓഫ് ഹോം വിത്ത് ദ ഫയൽ നെയിം sports.odb. അതായത് sports.odb എന്ന് പറയുന്ന ഫയലിൽ ഒരുപാട് പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട്. ഓക്കെ, പ്രിപ്പയർ എ റിപ്പോർട്ട്. ഇവിടെ കൊറി ഒന്നല്ല. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്ത രണ്ട് ചോദ്യം എന്താണ്? കൊറിയാണ് അല്ലേ? കൊറിയാണ്. ഇനി ഇത് എന്താണ്? റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ പറഞ്ഞത്. റിപ്പോർട്ട്. അപ്പൊ റിപ്പോർട്ട് ഉണ്ടാക്കണം. അപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്താ? യൂസ് ക്വറി മിഡ്ഫീൽഡേഴ്സ് ഗിവൺ ദ ഡാറ്റാബേസ് ഫയൽ ടു ജനറേറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഏതിനാണ് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്? ക്വറി മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടേബിളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്. റിപ്പോർട്ടിൽ ഫീൽഡ് ആഡ് ചെയ്യണം. ഏതൊക്കെയാണ്? പ്ലെയർ നെയിം, നമ്പർ ഓഫ് മാച്ചസ് ആൻഡ് നമ്പർ ഓഫ് ഗോൾസ് ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫയൽ എടുത്തു കൊണ്ടുവരാം. എവിടെയാണ്? എക്സാം ഡോക്യുമെന്റ്സിൽ ഏതാ ഫയല്? sports.odb എന്ന് പറയുന്ന ഫയൽ നമ്മൾ എടുത്തോണ്ട് വന്നു. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ചോദ്യത്തിലേക്ക് കടക്കാം. എന്താ ചോദ്യം? യൂസ് അല്ലേ? റിപ്പോർട്ടില്ല. അപ്പോൾ നമ്മളോട് റിപ്പോർട്ടാണ് ചെയ്യാൻ പറഞ്ഞാൽ റിപ്പോർട്ട് സെക്ഷനിലേക്ക് പോവുക. ഇവിടെ റിപ്പോർട്ട് ഉണ്ട്. റിപ്പോർട്ട് സെക്ഷനിലേക്ക് പോവുക. എന്നിട്ട് എന്താണ്? നമ്മൾ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ടാണ്. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് വന്നു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വറി മിഡ്ഫീൽഡേഴ്സ് ഗിവൺ ദ ഡാറ്റാബേസ് ഫയൽ. ക്വറി അല്ലേ? മിഡ്ഫീൽഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇവിടെ ഉണ്ടാവും ക്വറി. ഇത് അവിടെ ക്ലിക്ക് ചെയ്യുക. ടേബിൾ ഓഫ് ക്വറീസ് ഉണ്ട്. ക്വറി മിഡ്ഫീൽഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ അല്ലേ? ക്വറി മിഡ്ഫീൽഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ ടേബിൾ ഓർ ക്വറീസ് കണ്ടോ? അവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ക്വറി മിഡ്ഫീൽഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്? ഫീൽഡ് ഇൻക്ലൂഡ് റിപ്പോർട്ട്, പ്ലെയർ നെയിം. ഫീൽഡിൽ എന്തൊക്കെ കൊടുക്കണം? പ്ലെയർ നെയിം കൊടുക്കണം. പിന്നെ നമ്പർ ഓഫ് മാച്ചസ് കൊടുക്കണം, നമ്പർ ഓഫ് ഗോൾസ് കൊടുക്കണം. അപ്പോൾ പ്ലെയർ നെയിം ആഡ് ചെയ്തു, നമ്പർ ഓഫ് മാച്ചസ് കൊടുത്തു, നമ്പർ ഓഫ് ഗോൾസും കൊടുത്തു. ഓക്കെ, എല്ലാം കൊടുത്തു. ഇനി ഒന്നും നോക്കണ്ട. നെക്സ്റ്റ് പ്ലേ എല്ലാം കൊടുത്തു. ഓക്കെ, ഫിനിഷ്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ വന്നു. കണ്ടങ്ങൾ സിമ്പിൾ. കണ്ടാ? പ്ലെയർ നെയിം അശ്വന്ത് ഡാബ്, രമേഷ് കുമാർ, സുശീൽ കുമാർ അല്ലേ, അമിതാഭ് എല്ലാവരും വന്നു. നമ്പർ ഓഫ് മാച്ചസ് വന്നു. റിപ്പോർട്ട് റെഡി. റിപ്പോർട്ട് നമ്മൾ ഡാറ്റ റിപ്പോർട്ട് കിട്ടേണ്ടത്. ഇത് പ്രിന്റ് എടുത്താൽ നമുക്ക് റിപ്പോർട്ടായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഇനി നിങ്ങളോട് എന്താ പറഞ്ഞത്? ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ എന്താ പറഞ്ഞത്? ഫയലിൽ സേവാസ് പോയി സേവ് ചെയ്യുക. ഫയലിൽ പോവുക, സേവാസ് അടിച്ചിട്ട് എന്ത് ചെയ്യുക? സേവ് അടിക്കുക. നേരെ ഡയറക്റ്റ് ആയിട്ട് സേവാസ് അടിക്കുക. റിപ്പോർട്ട് അല്ലേ? എക്സാംടെനിൽ പോവുക. എക്സാംടെനിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യനാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ? അപ്പോൾ 1 2 3 4 5 അല്ല 5. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3. മൂന്നാമത്തെ സേവ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ക്ലോസ് ഉണ്ടോ? അതൊക്കെ ക്ലോസ് ചെയ്തു കേട്ടോ. എല്ലാം ക്ലോസ് ആയി. ഇപ്പം നമ്മുടെ എന്തും കഴിഞ്ഞു? റിപ്പോർട്ടിൻ്റെ ഒരു ചോദ്യം കഴിഞ്ഞു. ഓക്കെ, റെഡി. അപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്യണേ. ഇനി അടുത്ത ചോദ്യം എന്താ നോക്കാം. അടുത്ത ചോദ്യം എന്താ? അപ്പോൾ നമ്മൾ
എത്ര ചോദ്യം കഴിഞ്ഞു? മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം എന്താ നോക്കാം, ശ്രദ്ധിച്ചോ, ലിസൺ. എന്താണ് നാലാമത്തെ ചോദ്യം? എന്താ? ഇതുപോലെ തന്നെയാണ്. എന്താ? കൊറിയാണോ? ദ ഡീറ്റെയിൽസ് ഓഫ് വേരിയസ് പ്ലേയേഴ്സ് ആർ ഗിവൺ എക്സാം ഡോക്യുമെന്റ് ഫോൾഡർ ഹോം വിത്ത് ദ ഫയൽ നെയിം sports.odb. ODB അല്ലെ, sports.odb എന്ന് പറയുന്ന ഫയലിൽ ഒരുപാട് പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആയിക്കോട്ടെ, പ്രിപ്പയർ റിപ്പോർട്ട് ഉണ്ടാക്കാൻ. എഗെയിൻ റിപ്പോർട്ട് റെഡി അല്ലേ? റിപ്പോർട്ട്. അപ്പൊ നമ്മൾ നേരെ മുന്നും നോക്കണ്ട, നമ്മളോട് ഫീൽഡൊക്കെ ആഡ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ പിന്നെന്താ അറിയോ, അവിടെ ടേബിൾ ചൂസ് ചെയ്യേണ്ടത് Cori_top scorers എന്ന് പറഞ്ഞ ഒരു ഫയലാണ്, ടേബിളാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ sports.odb എന്ന് പറയുന്ന ഫയൽ എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ട് എടുത്തുകൊണ്ടുവന്നു. റെഡി. അപ്പൊ നമ്മൾ അത് കൊണ്ടുവന്നേ. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? റിപ്പോർട്ട് ഉണ്ടാക്കാനാ പറഞ്ഞത്. അപ്പൊ റിപ്പോർട്ട് സെക്ഷനിലേക്ക് പോവുക. റിപ്പോർട്ട് സെക്ഷനിലേക്ക് പോയി യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ ടേബിൾ ഓഫ് കൊറീസ്, അവിടെ എന്ത് കൊടുക്കണം? ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും യൂസ് ദ Cori_top scorers. അപ്പോൾ ഏത് കൊറിയ എടുക്കേണ്ടത്? Cori_top scorers ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞത്? പ്ലെയർ നെയിം, പ്ലെയർ കാറ്റഗറി, ടോട്ടൽ റൺസ്. പ്ലെയർ നെയിം എടുക്കുക, ഇങ്ങോട്ട് ഇടുക. പിന്നെന്താണ് പറഞ്ഞത്? പ്ലെയർ നെയിം, പ്ലെയർ കാറ്റഗറി ഇട്ടു. യെസ്. അവസാനം ടോട്ടൽ റൺസ് ടോട്ടൽ റൺസിലാണ് കിടക്കുന്നത്. ഓക്കെ, 3 ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഫീൽഡിലേക്ക് മാറ്റി. അപ്പൊ നമ്മൾ എന്താണ് ഫീൽഡ്, നമ്മൾ റിപ്പോർട്ടിലേക്ക് വേണ്ട ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്തു. ഇനി കഴിഞ്ഞു. ഇനി എന്താ? നേരെ അടിച്ച് പിന്നെ നെക്സ്റ്റ് ഫിനിഷ്. കണ്ടോ നിങ്ങൾ? യെസ്. ഓക്കെ, നമ്മുടെ റിപ്പോർട്ട് റെഡി. എന്തോ ഒരു സിമ്പിളാ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് സിമ്പിളാ അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ സിമ്പിൾ. ഇതാണ് നിങ്ങൾ 7 മാർക്ക് ഈസി ആയിട്ട് A+ വാങ്ങിക്കൂടാ കേക്ക്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് യെസ്. ഇനി എന്താണ്? ഇത് സേവ് ചെയ്യണം. സേവാസ് അടിച്ചിട്ട് ഫയലില് സേവാസ് അടിച്ച് എന്ത് ചെയ്യുക? എവിടെ സേവ് ചെയ്യേണ്ടത്? നമ്മുടെ എക്സാണ്ടന്റിൽ കൊണ്ട് സേവ് ചെയ്യുക കേട്ടാ. രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ് ഞാൻ. 1 2 3 4 5. നാലാമത്തെ ക്വസ്റ്റ്യൻ 4. ഓക്കെ, സേവ്. ഓക്കെ, സേവ് ചെയ്തു. ചോദ്യം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു അല്ലേ? യെസ്. സിമ്പിൾ ചോദ്യങ്ങൾ അല്ലേ? സിമ്പിൾ ചോദ്യം. എന്താ ഒരു സിമ്പിളാണ്. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? അടുത്ത ചോദ്യം ഏതാ? എത്രാമത്തെ ചോദ്യം അനീഷ്? അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 4 ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4. ഇനി 5ാമത്തെ ലാസ്റ്റ് ചോദ്യമാണ്. ലാസ്റ്റ് ചോദ്യം എന്താ നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചോ. ലിസൺ. ലാസ്റ്റ് ചോദ്യം എന്താ നോക്കാം. The details of various athletes are given in the file sports.odb in the exam documents folder in the home. Prepare a report using instruction given below using report tool in the LibreOffice base. ഓക്കെ, നമ്മളത് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഏതാ ഫയല്? sports.odb എന്ന ഫയൽ. റിപ്പോർട്ട് ഉണ്ടാക്കാനാണ്. എന്നിട്ട് എന്ത്? യൂസ് ദ Cori_Karnataka എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. എന്നിട്ട് ഫീൽഡ് ഏതൊക്കെ ആഡ് ചെയ്യേണ്ടത്? പ്ലേയേഴ്സ് കാറ്റഗറി, ടോട്ടൽ റണ്ണ്, ടോട്ടൽ വിക്കറ്റ്. അപ്പൊ നമ്മൾ നേരെ പോവാം. കർണാടകയാണ് അല്ലേ? ചോദ്യം അവിടെ കിടക്കട്ടെ. ചോദ്യത്തിലേക്ക് നമ്മൾ നേരെ ODB ഫയലിലേക്ക് പോവാം. എക്സാം ഡോക്യുമെന്റ്സ് sports.odb ഫയൽ ഓപ്പൺ ചെയ്തേ. ഇനി നമ്മൾ റിപ്പോർട്ടിൽ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ റിപ്പോർട്ട് സെക്ഷനിലേക്ക് വരിക. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു. ഇനി എന്താ പറഞ്ഞത്? യൂസ് ദ Cori_Karnataka. Cori കർണാടകയിൽ പോയി നോക്കാം. Cori ഇതിലുണ്ടാവും, Cori_Karnataka ഉണ്ടാവും. യെസ്. Cori_Karnataka ചൂസ് ചെയ്തു. യെസ്. ഇനി എന്താ നിങ്ങളുടെ ഫീൽഡ് ഏതൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞത്? ഫീൽഡ് ഇൻക്ലൂഡ് ദ റിപ്പോർട്ട്. പ്ലെയർ കാറ്റഗറി. അപ്പൊ പ്ലെയർ കാറ്റഗറിയുടെ ആഡ് ചെയ്തു. യെസ്. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ, ആഡ് ചെയ്യാൻ. ഇത് ക്ലിക്ക് ചെയ്താൽ അത് മൊത്തം ഇങ്ങോട്ട് പോരെ. ഈ ഡബിൾ എന്താണ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ ഏതായിക്കോട്ടെ, അത് ക്ലിക്ക് ചെയ്താൽ നേരെ ഇങ്ങോട്ട് പോരെ. അപ്പോൾ ഒറ്റ നീച്ച് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പ്ലെയർ കാറ്റഗറി ടോട്ടൽ റൺസ് ഉണ്ട്. ടോട്ടൽ റൺസ് എന്താ? ടോട്ടൽ റൺസ് ആഡ് ചെയ്തു. പിന്നെ ടോട്ടൽ വിക്കറ്റ്സ് ഉണ്ട്. അതും ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, റെഡി. ഇനി നെക്സ്റ്റ് അടിച്ചു. കഴിഞ്ഞു. നമ്മളെ റിപ്പോർട്ട് വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ്. ഓക്കെ, ഫിനിഷ്. കണ്ട, നമുക്ക് റിപ്പോർട്ട് കിട്ടി അല്ലേ? ബാറ്റ്സ്മാൻ, ബൗളർ അല്ലേ? ഓക്കെ, അത്ലറ്റ്സ് അല്ലെ? മൊത്തം നമുക്ക് ഡീറ്റെയിൽസ് എന്ത് ചെയ്തു ഇവിടെ കിട്ടി. അത് പ്ലെയർ കാറ്റഗറി, ടോട്ടൽ റൺസ്, ടോട്ടൽ വിക്കറ്റ് എല്ലാം നമുക്ക് എന്ത് ചെയ്തു ഇവിടെ ലഭിച്ചു. ഓക്കെ. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? സേവ് ചെയ്യാനാ പറഞ്ഞത് അല്ലെ? സേവ് ചെയ്യാൻ നേരെ പോയിട്ട് ഫയലില് സേവാസ് അടിച്ച് എന്ത് ചെയ്യുക? നേരെ ഇവിടെ exam 10 പോയിട്ട്
നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. 5ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. 5. യെസ്, 5 വർക്ക് ബുക്ക് നമ്മൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്തു കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഓൾവേസ് കംപ്ലീറ്റ്. ഓക്കെ, ഇപ്പൊ ഡാറ്റാബേസിന്റെ ആ ഒരു പ്രാക്ടിക്കൽ സെഷനിൽ 5 പ്രാക്ടിക്കൽ ഞാൻ ഇവിടെ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇതിലൊരു ഡൗട്ടും വരരുത്. റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് കാണുക. ഇനിയുള്ള പരീക്ഷ കഴിഞ്ഞ ആൾക്കാർ നിങ്ങൾ ക്ഷമിക്കുക അല്ലെ, ബാക്കിയുള്ള ആൾക്കാർക്ക് A+ ലഭിക്കട്ടെ അല്ലെ. അപ്പൊ എല്ലാവർക്കും A+ ലഭിക്കും. അപ്പൊ കാണാം. താങ്ക് യു.